നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പണങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ച അവസാന ദിവസം. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ചക്കേസിലെ പ്രതികളെ ചൊവ്വാഴ്ച ബാങ്കിലെത്തിച്ച് തെളിവെടുത്തു. ജീവനക്കാരുടെ അഭാവം. പയ്യന്നൂരിൽ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. സ്ത്രീ സമത്വമെന്ന ആശയഗതിയിലേക്ക് കേരളത്തെ നയിച്ച EMSന്റെ ചിന്തകളായിരുന്നു ജനകീയാസൂത്രണമെന്ന് PT കുഞ്ഞുമുഹമ്മദ്. ആധുനിക കാലത്ത് നമ്മുടെ സാമാന്യബോധത്തിൽ ഭരണവർഗത്തിന്റെ തത്വചിന്തകൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് KEN. വാർത്തകൾ വിശദമായി. ആദ്യം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. പയ്യന്നൂർ നഗരസഭയിൽ UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. 44 വാർഡുകളിൽ 39 സ്ഥാനാർത്ഥികളാണ് ചൊവ്വാഴ്ച പത്രിക സമർപ്പിച്ചത്. 5 വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയം തീരുമാനമായില്ല. പയ്യന്നൂർ നഗരസഭയിൽ UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ പ്രകടനമായെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. നഗരസഭയിലെ ഭൂരിഭാഗം വാർഡുകളിലും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം 8, 20, 21, 22, 26 വാർഡുകളിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയാണ്. ഇക്കാര്യത്തിൽ ബുധനാഴ്ചയോടെ തീരുമാനമുണ്ടാകും. പത്രികാ സമർപ്പണത്തിനുള്ള സമയം ബുധനാഴ്ച അവസാനിക്കുമെന്നതിനാൽ തിരക്കിട്ട നീക്കങ്ങളാണ് UDF നേതൃത്വം നടത്തുന്നത്. നിലവിൽ പത്രിക സമർപ്പിച്ചവരിൽ 7 പേരൊഴികെ മറ്റെല്ലാവരും പുതുമുഖങ്ങളാണ്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് AP നാരായണനാണ് കോൺഗ്രസിലെ പ്രധാന നേതാവ്. പത്രിക സമർപ്പിച്ച 39 പേരിൽ കോൺഗ്രസ് 34, മുസ്ലിം ലീഗ് 4, ജനതാദൾ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ബാക്കിയുള്ള 5 വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളോ സ്വതന്ത്രരോ ആകാനാണ് സാധ്യത. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചൊവ്വാഴ്ച അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PM രാജീവിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് LDF നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. 7 പഞ്ചായത്തുകളിൽ നിന്നായി 13 പേരാണ് പത്രിക സമർപ്പിച്ചത്. കരിവള്ളൂരിൽ VP ശാരദ, പെരളത്തെ പട്ടികജാതി സംവരണ സീറ്റിൽ E അനീഷ്, ചൂരലിൽ MTP നൂറുദ്ദീൻ, പാടിയോട്ടുചാലിൽ LDFിലെ CMB സീറ്റിൽ K രജനിയും, പുളിങ്ങോമിൽ അനില ദേവസ്യയും, പ്രാപ്പോയിലിൽ RK പത്മനാഭനും, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് LDF സ്ഥാനാർത്ഥിയായ C സത്യപാലൻ പെരുന്തട്ടിൽ നിന്നുമാണ് മത്സരിക്കുന്നത്. വെള്ളോറയിൽ CP ലക്ഷ്മിക്കുട്ടി ടീച്ചർ, CPIയിലെ ജിഷ K മാതമംഗലത്തിൽ നിന്നുമാണ് മത്സരിക്കുന്നത്. കാങ്കോലിൽ നിന്നും മത്സരിക്കുന്നത് MV സുനിൽകുമാറാണ്. കുഞ്ഞിമംഗലത്തിൽ നിന്നും മത്സരിക്കുന്നത് MV ശശീന്ദ്രൻ. രാമനളി പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ കുന്നരുവിൽ നിന്നുമാണ് മത്സരിക്കുന്നത്. രാമനളിയിൽ നിന്നും ബിന്ദു നീലകണ്ഠനും മത്സരിക്കും. പയ്യന്നൂരിലെ മുഴുവൻ വാർഡുകളിലും മത്സരിക്കാൻ ഒരുങ്ങി BJP. 20 സ്ഥാനാർത്ഥികൾ ചൊവ്വാഴ്ച പത്രിക സമർപ്പിച്ചു. ഇതാദ്യമായാണ് പയ്യന്നൂർ നഗരസഭയിലെ 44 വാർഡുകളിലും BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഇതിൽ 20 വാർഡിലെ സ്ഥാനാർത്ഥികളാണ് ചൊവ്വാഴ്ച പത്രിക സമർപ്പിച്ചത്. പത്രിക സമർപ്പിച്ചവരിൽ 19 BJP സ്ഥാനാർത്ഥികളും 42-ാം വാർഡിലെ SNDP BJP പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രതിഭ കരുണാകരനും ഉൾപ്പെടുന്നു. ബാക്കിയുള്ള 24 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ ബുധനാഴ്ച പത്രികാ സമർപ്പണം നടത്തും. ഇനി പത്രിക സമർപ്പിക്കുന്നവരിൽ 2 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാവും. KPMSന്റെയും SNDPയുടെയും BJPയുടെയും പിന്തുണയോടെയാകും ഇവർ മത്സരിക്കുക. പത്രികാ സമർപ്പണത്തിന് മുനിസിപ്പൽ കൺവീനർ KK രാംദാസ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KP അരുൺകുമാർ, CK രാമചന്ദ്രൻ, V മണിരാജ്, ജില്ലാ കമ്മിറ്റി അംഗം ഗംഗൻ തായ്നേരി എന്നിവർ നേതൃത്വം നൽകി. അങ്കത്തട്ട് വികസന നേട്ടങ്ങളുമായി കണ്ണപുരം ഗ്രാമപഞ്ചായത്ത്. UDFന് ബാലികാറാമലയായ കണ്ണപുരം പഞ്ചായത്തിൽ ഇത്തവണ 3 സീറ്റുകൾ പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് UDF.
കണ്ണപുരത്തിന്റെ മണ്ണിൽ ഇക്കുറിയും ചരിത്രം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. മുൻവർഷങ്ങളിൽ പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് LDF വോട്ട് തേടുന്നത്. കഴിഞ്ഞ ഭരണസമിതി സമഗ്ര കാർഷിക വികസന പദ്ധതിയുടെ ഭാഗമായി 68,74,032 രൂപ കൃഷിക്ക് വേണ്ടി ചെലവഴിച്ചു. കാർഷിക രംഗത്തെ അടിസ്ഥാന വികസനത്തിന് 25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു. പ്ലാസ്റ്റിക് മാലിന്യ പരിപാലന പരിപാടി വികസിപ്പിച്ച് 1000 കുടുംബങ്ങൾക്ക് പൈപ്പ് കമ്പോസ്റ്റ് വിതരണം ചെയ്തു. ചെറുകുന്ന് ടാക്സി സ്റ്റാൻഡിൽ 7 ലക്ഷം രൂപ ചെലവിൽ ടോയ്ലറ്റ് പദ്ധതി നടപ്പാക്കി. 6 ലക്ഷം രൂപ ചെലവഴിച്ച് അയ്യോത്ത് പോത്തൻകുളം നവീകരിച്ചു. ജപ്പാൻ കുടിവെള്ള പദ്ധതി പഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചു. ആശുപത്രികളുടെ വികസനം മെച്ചപ്പെടുത്തി. ചെറുകുന്ന് PHCക്ക് 25 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചു. നാടൻ കലാഗ്രാമത്തിന് ശിലയിട്ടു. പഞ്ചായത്ത് മിനി സ്റ്റേഡിയം മണ്ണിട്ടുയർത്തി. കുടുംബശ്രീ പ്രവർത്തനം മെച്ചപ്പെടുത്തി. റോഡുകൾ, കൽവർട്ട്, പാലങ്ങൾ, കെട്ടിടങ്ങൾ, പശ്ചാത്തല മേഖലാ വികസനത്തിൽ സമഗ്ര മുന്നേറ്റം തന്നെ ഉണ്ടായി. പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനം എത്തിക്കാൻ സാധിച്ചു എന്ന് LDF അവകാശപ്പെടുന്നു. M. ശ്യാമള പ്രസിഡന്റും KV ശ്രീധരൻ വൈസ് പ്രസിഡന്റുമാണ്. നിലവിൽ 14 വാർഡുകളിലും CPM മൃഗീയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇക്കുറിയും ചരിത്രം ആവർത്തിക്കുമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം N. ശ്രീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പഞ്ചായത്ത് കൺവെൻഷൻ ഇന്നലെ നടന്നു കഴിഞ്ഞു. നല്ല പങ്കാളിത്തമാണ് ആ കൺവെൻഷൻ ഉണ്ടായിട്ടുള്ളത്. സാധാരണ കവിഞ്ഞ് വലിയ ജനപങ്കാളിത്തം ഈ കൺവെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ എല്ലാ വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളും ഈ 15ഓടുകൂടി എല്ലാ വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളും രൂപവത്കരിക്കപ്പെടും. അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഇന്ന് മുതൽ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസനമുരടിപ്പാണ് കാഴ്ചവെക്കുന്നതെന്നാണ് UDF പറയുന്നത്. അർഹരായവരെ തഴഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബൽറാം പറഞ്ഞു. ഇക്കുറി കള്ളവോട്ട് തടയുമെന്നും 3 സീറ്റുകൾ UDF പിടിച്ചെടുക്കുമെന്നും ബൽറാം പറഞ്ഞു. ഭരണസമിതിയിൽ എന്ന പോലെ തന്നെ ഈ ഭരണസമിതിയും 6-7 വാർഡുകളുടെ യുവാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമായ കളിസ്ഥലം, സ്വന്തമായ ഒരു കളിസ്ഥലം എന്ന ആഗ്രഹം, അതും ഈ ഭരണസമിതി ആ ആഗ്രഹത്തെ പൂർണ്ണമായും അവഗണിച്ചു. അതുപോലെ തന്നെ യാത്രാ പ്രശ്നത്തിൽ ചുണ്ടവയൽ പ്രദേശത്തെ റോഡ് വികസനത്തിന് പൂർണ്ണമായും ഒരു പുരോഗതിയും ഉണ്ടായില്ല. അത് ആ റോഡ് ഇന്നും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ തുടരുകയാണ്. മീൻ മാർക്കറ്റ് ആധുനികവൽക്കരിക്കുമെന്ന് ഉള്ള പ്രഖ്യാപനം ഈ ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടായെങ്കിൽ കൂടി ആ പ്രഖ്യാപനം ഒരു കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോയോ എന്ന് സംശയം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആകെ 15 വാർഡിൽ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും 14 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത്. ആകെ 15 വാർഡിൽ 2 വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഒരു ലീഗും ബാക്കി 12 സീറ്റിലും UDF തന്നെയാണ് മത്സരിക്കുക. 11ാം വാർഡിൽ യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് NV രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. MP ഉണ്ണികൃഷ്ണൻ, NV സുനിൽ പ്രകാശ്, V രാജൻ, KP മുരളീധരൻ, KM കരുണാകരൻ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുപുഴ പഞ്ചായത്തിൽ BJP SNDP സഖ്യവും LDFും UDFും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരളമെന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന BJP SNDP സഖ്യം ചെറുപുഴ പഞ്ചായത്തിൽ പ്രാവർത്തികമായിരിക്കുകയാണ്. BJPക്കും SNDPക്കും ഒരുപോലെ മുദ്രാവാക്യം വിളിച്ച് ചെറുപുഴ അയ്യപ്പക്ഷേത്ര പരിസരത്തുള്ള BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് പഞ്ചായത്തിലെത്തിയത്. രാവിലെയോടെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും തിങ്കളാഴ്ച CPM പ്രവർത്തകരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രകടനമായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ UDF നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആകെയുള്ള 14 വാർഡുകളിലും UDF മത്സരിക്കുന്നുണ്ട്. കരിവെള്ളൂരിൽ അംഗം കുറിക്കാൻ UDFും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാനമായും പുതുമുഖങ്ങളെയാണ് സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. 14ാം വാർഡ് മുന്നണിയിലെ ജനതാദൾ യുണൈറ്റഡിന് നൽകി. കരിവെള്ളൂർ ബസാറിൽ സ്ഥിതി ചെയ്യുന്ന കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. ഇക്കുറി തങ്ങൾക്ക് പല വാർഡുകളിലും ജയിക്കാനാകുമെന്ന് ഇവർ കണക്കുകൂട്ടുന്നു. 1ാം വാർഡിൽ ജനതാദൾ സ്ഥാനാർത്ഥിയുമുണ്ട്. കൂടാതെ ബാക്കി എല്ലാ വാർഡുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ഈ പഞ്ചായത്തിൽ ഞങ്ങൾ ഇത്തവണ അവരെ അക്കൗണ്ട് തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുസ്ലിം ലീഗ് ഓഫീസിൽ നിന്നും ചൊവ്വാഴ്ച 11:30 UDF സ്ഥാനാർത്ഥികൾ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ പ്രകടനമായെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വരണാധികാരി P. കൃഷ്ണകുമാർ മുമ്പാകെയാണ് പത്രികാ സമർപ്പണം നടത്തിയത്. മൊത്തം 13 വാർഡുകളിലായി
മുസ്ലിം ലീഗ് 7 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 5 ജനതാദൾ യു 1 സ്ഥാനങ്ങളിലേക്കാണ് പത്രികാ സമർപ്പണം നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ BJPയും പത്രിക സമർപ്പിച്ചു. ആകെയുള്ള 14 വാർഡുകളിൽ 7 എണ്ണത്തിലാണ് BJP മത്സരിക്കുന്നത്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ ഒരു കൈ നോക്കാൻ BJPയും രംഗത്തെത്തി. ചൊവ്വാഴ്ച സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാവുകയാണ് ലക്ഷ്യമെന്ന് BJP പ്രവർത്തകർ പറയുന്നു. പടന്ന ഗ്രാമപഞ്ചായത്തിലേക്കുള്ള BJP സ്ഥാനാർത്ഥികൾ ചൊവ്വാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം ഗ്രാമപഞ്ചായത്ത് വരണാധികാരി VS രമ്യയ്ക്ക് മുൻപാകെ നടന്നു. പടന്നയിൽ മൊത്തം 15 വാർഡുകൾ 6 എണ്ണത്തിലാണ് BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മനോഹരൻ കുവാരത്ത്, TM നാരായണൻ, വി രമേശൻ, KV ബാബു, MV കുഞ്ഞിരാമൻ, N പ്രേമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പത്രിക സമർപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഈസ്റ്റലേരി പഞ്ചായത്തിലെ 13, 14 വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ കൈവച്ച ഫ്ലക്സ് ബോർഡിൽ കമ്പലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കലോത്സവത്തിന്റെ പരസ്യവും. ഏറെ കൗതുകകരമായൊരു സംഭവമാണ് കമ്പല്ലൂരിൽ കാണാൻ കഴിഞ്ഞത്. 2 വാർഡുകളിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡിനടിയിലാണ് ഈ തമാശ. നവംബർ മാസത്തിൽ നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിന്റെ പരസ്യം കൂടി ഈ ഫ്ലക്സ് ബോർഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ സംഭവം നാട്ടിൽ വിവാദമായിട്ടുണ്ടെങ്കിലും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണോ എന്നറിയണമെങ്കിൽ ഇതുപോലൊരു സംഭവം മുൻപ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല. ഇനി ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ ഈ കാര്യം കൂടി തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ എഴുതി ചേർക്കേണ്ടിയും വരും. ഏതായാലും എതിർകക്ഷികൾ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് അറിവ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ LDF നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പിലാത്തറ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന VV പ്രീത LDF ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആയേക്കും. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ഡിവിഷനുകളിൽ 13 എണ്ണത്തിൽ LDF നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. മാടായിൽ PK കമലാക്ഷി, ചെറുതാഴത്ത് TV ഉണ്ണികൃഷ്ണൻ, പിലാത്രയിൽ VV പ്രീത, ഏഴോത്ത് SV അബ്ദുൾ റഷീദ്, പഴയങ്ങാടിയിൽ E കൃഷ്ണൻ, ചെറുകുന്നിൽ PV ബാബു രാജേന്ദ്രൻ, കണ്ണപുരത്ത് P ശ്രീകണ്ഠൻ, ഇരുനാവിൽ P ഗോവിന്ദൻ, കല്യാശ്ശേരിയിൽ OV ഗീത, നാറാത്ത് K റീജ, കണ്ണാടിപ്പറമ്പ് E ശ്രീധരൻ, മാട്ടൂൽ സൗത്ത് MV രതി, മാട്ടൂൽ നോർത്ത് KA ത്രേസ്യ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പുതിയങ്ങാടിയിൽ സ്ത്രീ സംവരണമാണ്. ഇത് അടുത്ത ദിവസം തന്നെ പത്രിക സമർപ്പിക്കും. നിലവിൽ LDF ആണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത്. മാട്ടൂൽ നോർത്ത്, മാട്ടൂൽ സൗത്ത്, നാറാത്ത്, പുതിയങ്ങാടി ഡിവിഷനുകളിൽ UDFും മറ്റു സീറ്റുകളിൽ LDFുമാണ് നിലവിൽ മെമ്പർമാർ. LDFിലെ P കണ്ണനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. നേരത്തെ വൈസ് പ്രസിഡന്റായിരുന്ന LDFിലെ VV പ്രീത ഇക്കുറിയും മത്സര രംഗത്തുണ്ട്. ഇക്കുറി പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമായതിനാൽ VV പ്രീത പ്രസിഡന്റാകാൻ സാധ്യത ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തിരഞ്ഞെടുപ്പ് ചൂടേറുമ്പോൾ നാടെങ്ങും സോഷ്യൽ മീഡിയ പ്രചരണത്തിലേക്ക്. ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശം ധാരണയായതോടെയാണ് ന്യൂജൻ പ്രചരണവും ശക്തമായത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചതോടെ സോഷ്യൽ മീഡിയയും പ്രചരണം ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രചാരണത്തിനായി പ്രത്യേക പ്രവർത്തകരെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും വോട്ടഭ്യർത്ഥനയും പാർട്ടികളുടെ കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റുകളും നിറയുകയാണ്. എല്ലാ മുന്നണികളിലും സൈബർ ലോകത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തിരക്കും ബഹളങ്ങളുമില്ലാതെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ കഴിയുന്നതെന്നാണ് രാഷ്ട്രീയ പാർട്ടികളെ ന്യൂജൻ പ്രചരണത്തിന് പ്രേരിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ സവിശേഷതകളും വാഗ്ദാനങ്ങളും അവതരിപ്പിക്കുന്നതോടൊപ്പം എതിർകക്ഷിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനും സോഷ്യൽ മീഡിയ സാധ്യതകൾ ഓരോ പാർട്ടികളും പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാന തീയതി കൂടി കഴിഞ്ഞാൽ പ്രചാരണം ഇനിയും ചൂടുപിടിക്കും. ഒരു വീട്ടിൽ ഒരു സ്മാർട്ട് ഫോണെങ്കിലും ഇല്ലാത്തവർ ഉണ്ടാവില്ല എന്ന ധാരണയിൽ സ്ഥാനാർത്ഥികൾ തന്നെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും വോയിസ് വീഡിയോ മെസ്സേജ് വഴി നേരിട്ട് വോട്ട് പിടിക്കാനും ഇറങ്ങിയിട്ട് കഴിഞ്ഞു. യുവജനങ്ങളെയാണ് നവമാധ്യമങ്ങളിലൂടെയുള്ള ഈ പ്രചാരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ LDF പ്രചരണം തുടങ്ങി. കാങ്കോൽ ടൗൺ ഉൾപ്പെടുന്ന 12ാം വാർഡ് സ്ഥാനാർത്ഥി അബ്ദുൾ ഗഫൂറാണ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൽ LDF പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മറ്റു മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപേ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞത് LDFിന് മുൻതൂക്കം നൽകുമെന്നും പ്രവർത്തകർ കരുതുന്നു. നാട്ടുകാർ സ്ഥാനാർത്ഥിയെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. നാടിന്റെ പൈതൃകം ഉയർത്തിപ്പിടിച്ച് വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുമെന്ന് അബ്ദുൾ ഗഫൂർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഈ നാടിന്റെ പുരോഗതിക്കും
കാങ്കോലാലപ്പടം ഗ്രാമപഞ്ചായത്തിൻ്റെ പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ഉജ്ജ്വല വിജയം സമ്മാനിച്ചുകൊണ്ട് മുഴുവൻ ആളുകളും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്ക്. സുരക്ഷാ സംവിധാനത്തിലെ വീഴ്ച ലക്ഷ്യം എളുപ്പമാക്കിയെന്ന് കവർച്ചാ സംഘം അന്വേഷണ ഉദ്യോഗസ്ഥരോട്. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച കേസിലെ പ്രതികളെ ചൊവ്വാഴ്ച ബാങ്കിലെത്തിച്ചു. ചൊവ്വാഴ്ച 12 മണിയോടെയാണ് കാഞ്ഞങ്ങാട് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി നീലേശ്വരം CI KE പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികളായ അബ്ദുൾ ലത്തീഫ്, മുബഷീർ, സൈനുദ്ദീൻ, രാജേഷ് മുരളി തുടങ്ങിയ കവർച്ചാ സംഘത്തെ ചെറുവത്തൂർ വിജയ ബാങ്കിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. ചന്തേര പ്രിൻസിപ്പൽ SI രാജേഷ്, SIമാരായ ശശിധരൻ, രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ വമ്പിച്ച സുരക്ഷാ സന്നാഹം ജനങ്ങളെ നിയന്ത്രിക്കാൻ നന്നേ പാടുപെട്ടു. ചെറുവത്തൂരിലെത്തിച്ച പ്രതികൾ ആദ്യം താഴത്തെ മുറിയുടെ മുകൾ ഭാഗം തുറന്നതുൾപ്പെടെ സ്ട്രോങ് റൂമിൽ കയറിയതും സ്വർണവും പണവും കവർച്ച നടത്തിയതും മൂന്നാം മുറ കൂടാതെ തന്നെ വിവരിച്ചു കൊടുത്തു. സെപ്റ്റംബർ 26 ശനിയാഴ്ച അടച്ച ബാങ്ക് 28 തിങ്കളാഴ്ച മാനേജർ തുറന്നപ്പോഴാണ് ബാങ്കിൽ കവർച്ച നടന്നതായി കാണുന്നത്. കോടികൾ വിലമതിക്കുന്ന സ്വർണവും 3 ലക്ഷത്തോളം രൂപയുമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. നീലേശ്വരം CI KE പ്രേമചന്ദ്രനൊപ്പം സബ് ഇൻസ്പെക്ടർമാരായ മോഹനൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിവാകരൻ, ഷാജു, ASI ചന്ദ്രൻ മണിയാണി തുടങ്ങിയവരും തെളിവെടുപ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജീവനക്കാരുടെ അഭാവം. പയ്യന്നൂരിൽ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. 6 പേർ വേണ്ടിയെടുത്ത് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥ മാത്രമാണ് ജോലി ചെയ്യുന്നത്. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന സൂപ്പർവൈസർമാരെ സ്ഥലം മാറ്റിയതോടെ പയ്യന്നൂരിൽ ICDS പ്രവർത്തനം ദുരിതാവസ്ഥയിലായി. 6ഓളം സൂപ്പർവൈസർമാർ ജോലി ചെയ്തിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ഓഫീസറിലേക്ക് മാത്രമായി കാര്യങ്ങൾ ഒതുങ്ങിയിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭ, രാമന്തളി ഗ്രാമപഞ്ചായത്ത്, കരിവള്ളൂർ പേളം പഞ്ചായത്ത്, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് എന്നീ 2 സെക്ടറുകളിലെ ജോലിയാണ് 6ഓളം ഓഫീസർമാർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് മേശമുകളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഫയലുകളുടെയും അപേക്ഷകളുടെയും ഇടയിൽ കിടന്ന് ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് P. ലില്ലിക്കുട്ടി എന്ന സൂപ്പർവൈസർ. ഒരു പ്രവർത്തനങ്ങളും സുഗമമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. പിന്നെ അംഗൻവാടി വിസിറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യാനോ ബാക്കിയുള്ള പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുന്നില്ല. വിധവാ പെൻഷനും അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം അവിടെ പെൻഡിങ്ങിലാണ്. ഇതിപ്പോൾ ഞാനിപ്പം വിധവാ പെൻഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ 2 മാസം മുമ്പേ ഒക്കെ കിട്ടിയ അപേക്ഷയാണ്. നിയമപ്രകാരം 15 ദിവസത്തിനുള്ളിൽ വിധവാ പെൻഷനൊക്കെ അന്വേഷിച്ച് കൊടുക്കണമെന്നാണ് നിയമപ്രകാരം ഉള്ളത്. പക്ഷേ ആ പ്രവർത്തനങ്ങളൊന്നും എനിക്ക് ശരിക്കും കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിലവിൽ 2 സൂപ്പർവൈസർമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു ഓഫീസറെ കാസർഗോഡ് ജില്ലയിലേക്ക് സ്ഥലം മാറ്റിയതോടെ അംഗൻവാടി സന്ദർശനം, വിധവാ പെൻഷൻ അടക്കമുള്ള സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ അപേക്ഷ സ്വീകരിക്കൽ, നടപ്പാക്കൽ തുടങ്ങിയ നടപടികൾ തീർപ്പാകാതെ കാലതാമസവും തടസ്സവും നേരിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വിധവാ പെൻഷനുകളുടെ അപേക്ഷ സ്വീകരിച്ച് 15 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് അധികൃതരുടെ ഉത്തരവ്. എന്നാൽ ജീവനക്കാരുടെ അഭാവം മൂലം ഉത്തരവ് നടപ്പിലാക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. സാമൂഹ്യനീതി വകുപ്പിൽ 600ഓളം സൂപ്പർവൈസർമാരുടെ ഒഴിവുകളാണ് നികത്തപ്പെടാതെ കിടക്കുന്നത്. സ്ത്രീ സമത്വം എന്ന ആശയഗതിയിലേക്ക് കേരളത്തെ നയിച്ച EMSന്റെ ചിന്തകളായിരുന്നു ജനകീയാസൂത്രണമെന്ന് PT കുഞ്ഞുമുഹമ്മദ്. ഉദിനൂർ EMS പഠന കേന്ദ്രം ദശവാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അത്തരത്തിലുള്ള ഒരു ആശയഗതിയിലേക്ക് കേരളത്തെ നയിച്ച EMSന്റെ ചിന്തകളായിരുന്നു ജനകീയാസൂത്രണം എന്ന ചിന്ത. വളരെ അപൂർവമായിട്ടുള്ള ഒരു ചിന്തയായിരുന്നു ജനകീയാസൂത്രണം. ജനകീയാസൂത്രണത്തെ അട്ടിമറിക്കാൻ വളരെ വിപുലമായ തോതിലുള്ള ഗൂഢാലോചനകൾ ഇന്നും നടക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീ സമത്വം എന്ന ആശയഗതിയിലേക്ക് കേരളത്തെ നയിച്ച EMSന്റെ ചിന്താഗതികളായിരുന്നു ജനകീയാസൂത്രണം എന്നത്. ജനകീയാസൂത്രണത്തെ അട്ടിമറിക്കാൻ വിപുലമായ ഗൂഢാലോചനകൾ ഇന്നും നടക്കുന്നു. ബ്രിട്ടീഷ് കൊളോണിയൽ സംവിധാനമാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ്. ഇതിനെ തകർക്കാനാണ് EMS ജനകീയാസൂത്രണം കൊണ്ടുവന്നത്. അത് ഏറെക്കുറെ വിജയിച്ചെങ്കിലും സെക്രട്ടേറിയറ്റിന്റെ ആധിപത്യം ഈ ജീർണിച്ച ഭരണകൂടം ഇനിയും കൈയൊഴിയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും ഇന്നത്തെ അവസ്ഥയെന്ന് PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. ആധുനിക ലോകം വലിയ തോതിൽ മാറിയിരിക്കുന്നു. ലോകത്തു നടന്ന വലിയ മാറ്റങ്ങളെ ദീർഘവീക്ഷണത്തോടുകൂടി EMS കണ്ടതിന്റെ ബാക്കിപത്രമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന മുഴുവനെന്നും ലോകമെമ്പാടുമുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമ്പൂതിരിപ്പാടിന് ദീർഘമായ വീക്ഷണമുണ്ടായിരുന്നുവെന്നും കുഞ്ഞുമുഹമ്മദ് കൂട്ടിച്ചേർത്തു. സംഘാടക സമിതി ചെയർമാൻ K. രാജൻ അധ്യക്ഷനായി. KP കൃഷ്ണൻ മാസ്റ്റർ, P. സുരേഷ് കുമാർ, രാഘവൻ ഇയ്യക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പഠനകേന്ദ്രം സ്ഥാപകാംഗങ്ങളായ കണിച്ചുകുളങ്ങര കുഞ്ഞമ്പു, KV രാഘവൻ മാസ്റ്റർ എന്നിവരെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ആധുനിക കാലത്ത് നമ്മുടെ സാമാന്യബോധത്തിൽ ഭരണവർഗത്തിന്റെ തത്വചിന്തകൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് KN. പയ്യന്നൂരിൽ പുരോഗമന കലാസാഹിത്യ സംഘം മതേതര സംവാദ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് അഖ്ലാഖിന്റെ വീട്ടിൽ ഒത്തുകൂടിയ അതേ ആളുകൾ തന്നെയാണ് അദ്ദേഹത്തെ അടിച്ചു കൊല്ലാൻ ഒത്തുകൂടിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഉത്കണ്ഠ, കൊല്ലപ്പെട്ടത് 1, 10, 100, 1000 എന്നതിനപ്പുറം ഒരു വലിയ മൂല്യ സംഹിതയാണ്. അതായത് വിവിധ സാമൂഹ്യ വിഭാഗങ്ങളിൽപ്പെട്ടവർ അകന്നു പോകാതെ ഉത്സവത്തിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തും അടുത്തു വന്ന് നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, ഊട്ടി ഉറപ്പിക്കുക. നമ്മുടെ സാമാന്യബോധത്തിൽ ഭരണവർഗം അവരുടെ തത്വചിന്തകൾ അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ ഇന്ന് ഭരണവർഗം തീരുമാനിച്ചു തുടങ്ങിയിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ അത് നമ്മളിൽ പ്രകടമാവുകയും ചെയ്യുന്നു, KN പറഞ്ഞു. അതിനുള്ള തെളിവാണ് ബീഫ് കഴിച്ചെന്നാരോപിച്ച് മധ്യവയസ്കനെ തല്ലിക്കൊന്ന സംഭവം. ആ മനുഷ്യന്റെ വീട്ടിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്ത് ആഹ്ലാദിച്ചവർ തന്നെയാണ് ഒരു നിമിഷത്തെ ചിന്താപിശക് മൂലം അദ്ദേഹത്തെ അടിച്ചു കൊന്നത്. ഇതിൽ പരം മാനക്കേട് എന്താണ് വരാനുള്ളതെന്നും KN ചോദിച്ചു. ഇവിടെ മരിക്കുന്നത് ഒരു വ്യക്തിയല്ലെന്നും മറിച്ച് നിരവധി മൂല്യസംഹിതകളാണെന്നും ഗാന്ധി മുതൽ കൽബുർഗി വരെ എന്ന വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് KN അഭിപ്രായപ്പെട്ടു. GD നായർ അധ്യക്ഷനായി. KU രാധാകൃഷ്ണൻ സംസാരിച്ചു. പ്രൊഫസർ ജോൺസി ജേക്കബ് അനുസ്മരണവും ജൈവവൈവിധ്യ പഠന ക്യാമ്പും മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പ്രിൻസിപ്പൽ K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭൂമിത്ര സേന ക്ലബിന്റെയും സീഡ് ഇക്കോ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് അനുസ്മരണവും പഠന ക്യാമ്പും സംഘടിപ്പിക്കുന്നത്. സീക്ക് സെക്രട്ടറി VC ബാലകൃഷ്ണൻ ജോൺസി ജേക്കബ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അനുസ്മരണത്തിന്റെ ഭാഗമായി വടവന്തൂർ കാവിൽ ജൈവവൈവിധ്യ പഠന ക്യാമ്പും സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക CI വത്സല ടീച്ചർ അധ്യക്ഷയായി. MM സുമേഷ്, PV പ്രഭാകരൻ, ജീന ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. താവം ദാലിൽ റോഡ് റെയിൽവേ ഗേറ്റിൽ സിഗ്നൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. ഗേറ്റ് നിർമ്മാണം പൂർത്തിയായി വർഷം 4 കഴിഞ്ഞിട്ടും സിഗ്നൽ സംവിധാനം പൂർത്തിയാക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. താവം ദാലിൽ റോഡ് LC നമ്പർ 256 നമ്പർ റെയിൽവേ ഗേറ്റിൽ ഗേറ്റ് അടക്കുമ്പോൾ വാഹനയാത്രക്കാർക്ക് നൽകുന്ന സിഗ്നൽ നിർമ്മാണമാണ് പാതിവഴിയിൽ നിലച്ചത്. ഗേറ്റ് സ്ഥാപിച്ച് നവംബർ മാസത്തോടെ 3 വർഷം പൂർത്തിയാകും. എന്നിട്ടും സിഗ്നൽ നിർമ്മാണ പ്രവൃത്തി എങ്ങുമെത്തിയില്ല. സാധാരണയായി സിഗ്നൽ നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാറുള്ളൂ. ഇപ്പോൾ പാതിവഴിയിൽ നിലച്ച സിഗ്നൽ കാടുകയറി മൂടിയിരിക്കുകയാണ്. ഇവ തുരുമ്പെടുത്ത് നശിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക. താവം ദാലിൽ റോഡിൽ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട്. സിഗ്നൽ ലൈറ്റും ഗേറ്റ് അടക്കുമ്പോൾ മുന്നറിയിപ്പ് നൽകി അലാറവും മുഴങ്ങും. ഇതില്ലാത്തതിനാൽ അപകട സാധ്യതയും ഏറെയാണ്. കരാറുകാരുടെ അനാസ്ഥയാണ് നിർമ്മാണ പ്രവൃത്തി വൈകാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. സിഗ്നൽ സംവിധാനം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. ഈ സിഗ്നൽ സംവിധാനം വർഷങ്ങളായി ഇവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. യാത്രക്കാർക്ക് യാതൊരു ഉപയോഗവും ഈ സിഗ്നൽ സംവിധാനം കൊണ്ട് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ അടിയന്തരമായി ഈ സിഗ്നലിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് ഈ യാത്രക്കാർക്കും ഇതുപോലെ ഈ നാട്ടുകാർക്കും ഉപകാരപ്രദമാക്കണമെന്ന് റെയിൽവേയോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. സിഗ്നൽ നിർമ്മാണ പ്രവൃത്തി വൈകിക്കുന്ന റെയിൽവേയുടെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സീഡ് വിശിഷ്ട ഹരിത വിദ്യാലയത്തിന് സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനം നേടിയ ഏറ്റുകുടുക്ക AP സ്കൂളിലെ സീഡ് അംഗങ്ങൾക്ക് PTA സ്വീകരണം നൽകി. സീഡ് വിശിഷ്ട ഹരിത വിദ്യാലയത്തിന് സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനം നേടിയ ഏറ്റുകുടുക്ക AP സ്കൂളിലെ സീഡ് അംഗങ്ങൾക്ക് PTA സ്വീകരണം നൽകി. ശ്രീകൃഷ്ണൻ MLA ഉപഹാരം നൽകി. തീർച്ചയായും ഇത് ഈ സീഡ് പ്രവർത്തനങ്ങൾക്ക് മാതൃഭൂമി പത്രം ഒരു പ്രത്യേക ഇടം തന്നെ നൽകിയിരിക്കുകയാണ്. അതിന്റെ ആഭിമുഖ്യത്തിലാണ് വിദ്യാലയങ്ങളിൽ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് P. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മികച്ച സീഡ് റിപ്പോർട്ടർ പുരസ്കാരം ലഭിച്ച OK നിഖിൽജിത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി ഉപഹാരം നൽകി. പയ്യന്നൂർ ഉപവിദ്യാഭ്യാസ ഓഫീസർ VM രാജീവൻ, VV മല്ലിക, K. സുലോചന, മാതൃഭൂമി യൂണിറ്റ് മാനേജർ ജോബി P. പൗലോസ്, സീഡ് കോർഡിനേറ്റർ C. സുനിൽകുമാർ,
സ്കൂൾ സീഡ് കോർഡിനേറ്റർ രവീന്ദ്രൻ, പ്രധാനാധ്യാപിക സി ശ്രീലത, എൻ ഭരത്കുമാർ എന്നിവർ സംസാരിച്ചു. പലവ്യഞ്ജനങ്ങൾക്കും പയറുവർഗ്ഗങ്ങൾക്കും തീവില. ഓണക്കാലത്തിന് ശേഷം വില ഇരട്ടിയിലാണ് കുതിച്ചുയരുന്നത്. ഓണക്കാലത്ത് വർദ്ധിച്ച പലവ്യഞ്ജനങ്ങളിൽ പലതിൻ്റെയും വില മാസം ഒന്ന് കഴിഞ്ഞിട്ടും കുറഞ്ഞില്ല. പയർവർഗ്ഗങ്ങൾക്ക് പലതിനും തീവിലയാണ്. അതിനൊപ്പം പലവ്യഞ്ജനങ്ങളുടെ വില കുതിച്ചുയരുന്നതും കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുകയാണ്. ഇരട്ടിയോളം വില വർധനയാണ് പയർവർഗ്ഗങ്ങൾക്കുണ്ടായിരിക്കുന്നത്. തുവരപ്പരിപ്പിന് 150 രൂപയാണ് കിലോ വില. ഓണത്തിന് മുമ്പ് ഇത് 90 രൂപയായിരുന്നു. അതിനു മുമ്പ് 75-80 രൂപ വരെയായിരുന്നു. ഒരു മാസം മുമ്പ് 90 മുതൽ 100 രൂപ വരെയായിരുന്ന ഉഴുന്നിന് ഇപ്പോൾ വില 142 രൂപയാണ്. ചെറുപയർ 100 രൂപ വരെയും. ഓണത്തോടനുബന്ധിച്ച് സാധനങ്ങളുടെ വില ഉയരുകയും ഓണത്തിന് ശേഷം 2 ആഴ്ചയായി കുറയുകയുമാണ് പതിവ്. എന്നാൽ ഇത്തവണ ഓണം കഴിഞ്ഞും വില ഉയർന്നുകൊണ്ടേയിരിക്കുകയാണെന്നാണ് പയ്യന്നൂർ പെരുമ്പയിലെ SP സ്റ്റോർ ഉടമ നസീം പറയുന്നത്. ഓണം കഴിഞ്ഞതിന് ശേഷം പൊതുവെ പറയുകയാണെങ്കിൽ പയർവർഗ്ഗങ്ങൾക്കാണ് കൂടുതലായിട്ട് വില വർധന ഉണ്ടായിട്ടുള്ളത്. കടല, തുവരപ്പരിപ്പ്, അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ്, ചെറുപയർ മുതലായ പയർവർഗ്ഗങ്ങൾക്ക് മുഴുവനായും വില വർധന ഉണ്ടായിട്ടുള്ളത്. പലവ്യഞ്ജനത്തിൻ്റെ ലഭ്യതക്കുറവാണ് വില വർധനവിന് കാരണമായിരിക്കുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ മാസങ്ങളിലുണ്ടായ ചരക്ക് ലോറി സമരങ്ങളും വിലക്കയറ്റത്തിന് മറ്റൊരു കാരണമായി. ഉഴുന്ന്, ചെറുപയർ, പരിപ്പ് തുടങ്ങിയ ധാന്യവർഗ്ഗങ്ങൾക്ക് ക്ഷാമവുമുണ്ട്. കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ധാന്യങ്ങൾ പ്രധാനമായും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടങ്ങളിൽ ഉൽപ്പാദനത്തിൽ വൻ ഇടിവ് സംഭവിച്ചിരുന്നു. ഇനി ഡിസംബറിലാണ് ധാന്യവർഗ്ഗങ്ങളുടെ വിളവെടുപ്പ്. അതുവരെ പയർവർഗ്ഗങ്ങളുടെയെങ്കിലും വില ഇപ്പോഴത്തെ നിലയിലോ കുറച്ചുകൂടി കൂടാനോ ആണ് സാധ്യതയെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൊഫസർ ജോൺ സി ജേക്കബ് അനുസ്മരണം സംഘടിപ്പിച്ചു. അർത്ഥപൂർണമായ അനുസ്മരണ പരിപാടിയാണ് കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സംഘടിപ്പിച്ചത്. കേരളത്തിലെ പരിസ്ഥിതി ബോധവൽക്കരണ പ്രസ്ഥാനത്തിന്റെ ആദ്യ പതികരിൽ പ്രമുഖനായ പ്രൊഫസർ ജോൺ സി ജേക്കബിന്റെ ഓർമ്മ NSS യൂണിറ്റ് പുതുക്കിയത് വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ചുകൊണ്ടാണ്. വി സുരേന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ മുരളീധരൻ PV അനുസ്മരണ ഭാഷണം നടത്തി. എനിക്ക് ജോൺസി മാഷുമായുള്ള പരിചയം 2 വർഷത്തെ പരിചയമാണ് ശരിക്കും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ. പക്ഷേ അന്ന് വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പരിചയമല്ല, എനിക്ക് ഭയമായിരുന്നു. സുരേന്ദ്രൻ മാഷും പറഞ്ഞു, ഷെയർ ചെയ്തു. ഞാൻ പ്രീ ഡിഗ്രിയിൽ നിങ്ങളുടെ അതേ ഏജിൽ പ്രീ ഡിഗ്രി അന്ന് ട്രൗസർ ഇട്ടുകൊണ്ട് കോളേജിൽ പോയൊരു ചുരുക്കം ചില കുട്ടികളിൽ പെട്ടവനാണ് ഞാൻ. രവീണ KM, ഗിരീഷ് തായമ്പത്ത്, ദയാ K തുടങ്ങിയവരും സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മുണ്ടയാട് നടന്ന ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പയ്യന്നൂർ റോളർ സ്കേറ്റിംഗ് ക്ലബ്ബിലെ കുട്ടികൾ ജേതാക്കളായി. ഒക്ടോബർ 30 മുതൽ നവംബർ 8 വരെ തൊടുപുഴയിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ കുട്ടികൾ അർഹത നേടി. രഘു ചീനേരി കണ്ടോത്തായിരുന്നു മുഖ്യ പരിശീലകൻ. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ, പയ്യന്നൂർ. മുംബൈയിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ പ്രതിഷേധിച്ച് മുഖ്യ സംഘാടകനെ ശിവസേന പ്രവർത്തകർ കരിയോയിൽ അഭിഷേകം ചെയ്തു. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. കൽബുർഗിനെ കൊന്നു. CPIൻ്റെ ഉന്നതനായ നേതാവ് ഗോവിന്ദ ബൻസാരയെ വെടിവെച്ച് കൊന്നു. അങ്ങനെ അതുപോലെ ഭക്ഷണം കഴിച്ച് ബീഫ് കഴിച്ചു എന്നുള്ള പേരിൽ ആരോപിച്ചിട്ട് ഇഷ്ടിക കൊണ്ട് അടിച്ചിട്ട് കൊല്ലുക ചെയ്തത് ഒരു മുസ്ലിം സഹോദരനെ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞാൽ ഫാസിസം അതിൻ്റെ രൂക്ഷമായ രൂപം പ്രകടിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ഇത് അങ്ങേയറ്റത്തെ അപകടകരമായ ഒരു പ്രവണതയിലേക്ക് രാജ്യം മുന്നോട്ട് പോകുന്നു. ഈ അവസരത്തിലാണ് മുഴുവൻ മതനിരപേക്ഷ ശക്തികളും സർവ്വമത സ്നേഹികളും ഒന്നിച്ചണിനിരക്കേണ്ട നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ചെയ്തികൾ ഈ അയാളെ മുഖത്ത് കരിയോലയിച്ചുകൊണ്ടില്ലേ ഈ പ്രവണതകൾ എന്ത് വില കൊടുത്തും തടയേണ്ട ഒരു ഉത്തരവാദിത്വം ഈ നാട്ടിലെ പൗരന്മാർക്കുണ്ട്. അതിന് എല്ലാ സാഹിത്യ സമൂഹത്തിലെ മുഴുവൻ സംഘടനകളും മുന്നോട്ട് വരണം. ഇതുപോലൊരു ഒരു പ്രശ്നം ഇനി ഇന്ത്യയിൽ എവിടെയും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു പ്രവണത നമ്മൾ മുളയിൽ നുള്ളിക്കടയാം എന്നാണ് എനിക്ക് ആ കരിയോലയിച്ച ആ സംഭവത്തോട് പറയാനുള്ളത്. ഈ സമീപകാല ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വർഗത്തിൻ്റെ പേരിലും സമുദായത്തിൻ്റെ പേരിലൊക്കെ ചെയ്തിലുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമമാണ് ഇന്നലെ ഈ കുൽക്കർണിയുടെ മുഖത്ത് കരിയോയിൽ വാരിത്തേച്ചുകൊണ്ട് ഇവിടുത്തെ ശിവസേന നടപ്പിലാക്കിയത്. തികഞ്ഞ ഫാസിസ്റ്റ് ചിന്താഗതിയോടെ കുൽക്കർണിക്കെതിരെ ഈ കരിയോയിൽ പ്രയോഗം ഒരു പുസ്തകത്തിനെതിരെ പതിരണം എന്നുള്ളത് മാത്രമല്ല, കരിയോയിൽ പ്രയോഗം
ഇന്ത്യയെപ്പോലുള്ള ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രത്തിന് തീർത്താൽ തീരാത്ത കളങ്കം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജനാധിപത്യ പ്രവർത്തനങ്ങൾ നടത്തുകയും അതേപോലെ തന്നെ പുസ്തക പ്രകാശനങ്ങളുമൊക്കെ സമൂഹത്തിനകത്ത് വളർച്ചയുടെ പാതയിലേക്ക് പുസ്തകങ്ങൾ വലിയ പങ്കുവഹിക്കുകയാണ്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കുൽക്കർണിക്കെതിരായ കടന്നാക്രമണം മോശമാണെന്ന് BJPയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന ശ്രീ LK അദ്വാനിയെ പോലുള്ള ആളുകൾ പോലും അപലപിച്ചിട്ടുണ്ട്. അത് തെറ്റായ സമീപനമായിരുന്നുവാണ് എൻ്റെ അഭിപ്രായം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാമനിർദ്ദേശ പത്രിക സമർപ്പണങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ച അവസാന ദിവസം. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച കേസിലെ പ്രതികളെ ചൊവ്വാഴ്ച ബാങ്കിലെത്തിച്ച് തെളിവെടുത്തു. ജീവനക്കാരുടെ അഭാവം. പയ്യന്നൂരിൽ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. സ്ത്രീ സമത്വമെന്ന ആശയഗതിയിലേക്ക് കേരളത്തെ നയിച്ച EMSന്റെ ചിന്തകളായിരുന്നു ജനകീയാസൂത്രണമെന്ന് PT കുഞ്ഞുമുഹമ്മദ്. ആധുനിക കാലത്ത് നമ്മുടെ സാമാന്യബോധത്തിൽ ഭരണവർഗത്തിന്റെ തത്വചിന്തകൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് KEN. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.